കരുവന്നൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF-ന് ജയം. കോടികളുടെ ക്രമക്കേട് നടന്ന ബാങ്കിൽ 10 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. MS ലിഷോയ് വിശദാംശങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണ ബാങ്കുകളുടെ ഒക്കെ നടത്തിപ്പിൽ വലിയ തിരിച്ചടി CPM ഉൾപ്പെടെ നേരിട്ടതാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഈ തരത്തിലുള്ള കൊള്ളകളും ക്രമക്കേടുകളും ഒക്കെ പുറത്തു വരുന്നതും കരുവന്നൂരിൽ നിന്നാണ്. അവിടെ LDF തന്നെ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ LDF-ന് അത് വലിയ നേട്ടം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒരു വാർത്ത അവിടെ നിന്ന് വരികയും ചെയ്യുന്നത്. എങ്ങനെയാണ് റിസൾട്ട്? തീർച്ചയായും ആകെ 13 അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. അതിൽ 11 പേർ ആണ് മത്സരരംഗത്തുണ്ടായിരുന്നത്, അതായത് LDF-ന്റെ പാനലിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല 2 പേർ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കരുവന്നൂർ ബാങ്കിൽ വലിയ കോടികളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും അതിനുശേഷം നടന്ന അന്വേഷണങ്ങളിലും ഒക്കെ തന്നെ വ്യക്തമാവുകയാണ് ഉണ്ടായത്. ആ വ്യക്തമായപ്പോൾ അതിനുശേഷം പിന്നീട് ഈ നിരവധി ആളുകൾ അവിടെ പണം ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് വലിയ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. മാത്രമല്ല അതിന് പിന്നാലെ മറ്റ് സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് ശേഷം, അതായത് ഈ തട്ടിപ്പ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നതിന് ശേഷം ഈ ഭരണസമിതി പിരിച്ചുവിടുകയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ചെയ്തത്. ആ ഭരണസമിതി പിരിച്ചുവിട്ടതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതും ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നതും. ആകെ 13,000-ലധികം മെമ്പർമാരാണ് അവിടെ, വോട്ടവകാശമുള്ള മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3,30-ലധികം വോട്ടർമാർ മാത്രമാണ് ഇന്നിപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയായിരുന്നു ഈ ഒരു വോട്ടെടുപ്പ് ഉണ്ടായത്. വളരെ ആധികാരികമായൊരു വിജയം തന്നെ. പാനലിലെ എല്ലാ അംഗങ്ങളെയും വിജയിപ്പിക്കാനായി LDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിജയം LDF-ന് വലിയ കരുത്തു പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇരിങ്ങാലക്കുടയിൽ നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും LDF-ന് മുന്നേറ്റം കാഴ്ചവെക്കാൻ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ കഴിഞ്ഞിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭരണം ഈ ഇരിങ്ങാലക്കുട നഗരസഭയിൽ കൈയടക്കാനായി കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ മേഖലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായി കഴിഞ്ഞിരുന്നു. അത് വലിയ ആത്മവിശ്വാസം തന്നെയാണ് LDF-ന് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF-ന് ഒരുപക്ഷെ കൃത്യമായി ഇരിങ്ങാലക്കുടയിൽ വോട്ട് ചോദിക്കാൻ കഴിയും, കേരളം മുഴുവനും വോട്ട് ചോദിക്കാൻ കഴിയും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അങ്ങനെ ഒരു പ്രശ്നം അത് പാർട്ടിയെ ബാധിക്കുന്നതല്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.